അയ്യാ വണക്കം. അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരെല്ലാം കൂടെ എന്നിൽ ഔഷധ ഗുണമില്ലേ, തേവരയ്യ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സംഭവം ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ യമണ്ട യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ല എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പോരാത്തതിന് ഇത് ഉണ്ടാക്കിയവനുണ്ടല്ലോ, അതായത് ഇതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നവൻ, അവൻ തീവ്രവാദ ഫണ്ട് കൊണ്ടുവന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇവൻ്റെ വീടടക്കം അനധികൃതമായിട്ട് നിർമ്മിച്ചതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലോട്ട് ബുൾഡോസർ കയറ്റിയിറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് 3-4 ദിവസത്തിനകം അത് പൊളിച്ചു കളയും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലെല്ലാത്തിലും ഉപരി ഉമർ നബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒത്താശ ചെയ്ത കുറേ എണ്ണത്തിന് ഇവിടെ ഒന്നും തൂക്കിയിട്ടുണ്ട്. എല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഏകദേശം 70ഓളം ഡോക്ടർമാരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇവരിപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഏതുമായിട്ട് ഈ ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ഇവന്മാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ച് എന്ന് പറഞ്ഞ് NIA തിരിച്ചു പോകും എന്നാണ് ഈ മണ്ടന്മാരെ വിചാരമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അൽഫല ആശുപത്രി, ഈ അൽഫല ആശുപത്രിയിലെ അൽഫല സർവകലാശാല, ഈ സർവകലാശാലയ്ക്ക് അറബി നാടുകളിൽ നിന്നും ഫണ്ട് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഈ വാർത്തയുടെ ആധാരം എന്ന് പറയുന്നത്. ഈ വാർത്തയുടെ ആധാരം എന്ന് പറയുന്നത് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഭൂഗർഭ അറ കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സർവകലാശാലയിൽ നിന്നും കിലോമീറ്ററുകൾ മാറി വിജനമായിട്ടുള്ള സ്ഥലത്ത് ഒരു ഭൂഗർഭ അറ ഇവർ പണിതിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതാണ് ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത്. ഈ ഭൂഗർഭ അറ എന്തിനു പണിതു? ഈ ഭൂഗർഭ അറ ആര് പണിതു? ഈ ഭൂഗർഭ അറ എപ്പോൾ പണിതു? ഈ ഭൂഗർഭ അറ എങ്ങനെ പണിതു? ഇതൊക്കെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവർ പറയുന്നത് ഇതൊരു മദ്രസയ്ക്ക് വേണ്ടി പണിത ഒരു ഭൂഗർഭ അറ ആണ് എന്നുള്ളതാണ്. ഇത് അവിടെ നിൽക്കട്ടെ. എന്തായാലും അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഭൂഗർഭ അറയെക്കുറിച്ച് പരിശോധന നടത്തിയപ്പോൾ 4 മുതൽ 5 അടി വരെ കനമുള്ള മതിലുള്ള വലിയ ഭൂഗർഭ നിർമ്മാണ സ്ഥലമാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു മദ്രസ ഇതാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. സർവകലാശാലയ്ക്ക് സമീപം 100 കണക്കിന് ഏക്കറാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. പക്ഷേ അവിടെ ഒന്നുമല്ല ഇത് പണിതിരിക്കുന്നത്. ഇത് ആ ഭൂമി ലഭ്യമായിരിക്കെ നഗരത്തിന് പുറത്ത് 25 കിലോമീറ്റർ അകലെ ഭൂമിക്കടിയിൽ ഒരു മദ്രസ നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പെട്ടെന്ന് പറ. അതിന് ഉത്തരമില്ല. എന്തായാലും അൽഫല യൂണിവേഴ്സിറ്റിയിലെ വേട്ടാവളിയന്മാർക്ക് അതിന് ഉത്തരമില്ല എന്നുള്ളത് മാത്രമല്ല, ഇവിടെയുള്ള 10 ഡോക്ടർമാരെ ഇപ്പോൾ കാണാനില്ല. അതായത് ഈ 10 ഡോക്ടർമാരും അബ്സ്കോണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത്. ഈ 10 ഡോക്ടർമാർക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പല ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഉമർ നബി എന്ന് പറയുന്ന വ്യക്തി ഇവിടെയുള്ളൊരു ജീവനക്കാരൻ മാത്രമാണ്. മതിയല്ലോ.
ഇവിടെയുള്ള ജീവനക്കാരൻ മാത്രമാണ്, അതുകൊണ്ട് നമുക്ക് അവയായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. അടിപൊളി, നല്ല കിടില സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെയുള്ള ജീവനക്കാരനാണ്, അതുകൊണ്ട് നമുക്കിതുമായിട്ട് ബന്ധമില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, രാസവസ്തുക്കളും രാസലഹരികളും ഇവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട് എന്ന് NIAയ്ക്കും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്കും കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ച് അവരിവിടെ പരിശോധന നടത്തുന്നുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഏകദേശം 70ഓളം ആൾക്കാരെ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. പോലീസ് പരിശോധനയുണ്ട്. അതിനകത്തുള്ള ഒരു പള്ളിയുണ്ട്, അതായത് ഈ സർവകലാശാലയ്ക്കകത്ത് ഒരു പള്ളിയുണ്ട്. ഈ പള്ളി ഇമാമിനെ പിടിച്ച് പൊക്കിൾ നോക്കി 4 കുത്തും കൊടുത്തിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ പള്ളി ഇമാമിനെ ചോദ്യം ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞൊരു സെറ്റപ്പുണ്ട്. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം അൽഫല സ്ഥാപകനായിട്ടുള്ള ജവാദ് അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവൻ്റെ കൂട്ടാളികളായിട്ടുള്ള 3-4 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള മറ്റൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീവ്രവാദ ധനസഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, അറബി നാടിൻ്റെ ഫണ്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അൽഫല കോളേജിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായിട്ടുള്ള ഇവൻ 450-ലേറെ കോടിയാണ് ഇവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഈ പണം എവിടെ നിന്ന് വന്നു, ഈ പണം എങ്ങനെ ശേഖരിച്ചു, ഈ പണം എന്തിനു കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമാണ് ഇയാളെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. പോരാത്തതിന് ഈ ഗ്രൂപ്പിൻ്റെ ഒന്നിലധികം ഷെൽ കമ്പനികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ED അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അൽഫലയിലെ വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അംഗീകാരമില്ലാത്തത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഇതിനോടകം തന്നെ അവിടെ നിന്നും പഠനം ഉപേക്ഷിച്ച് പോകുന്നുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പഠിച്ചിറങ്ങി പല സ്ഥലത്തും ജോലി ചെയ്യുന്ന വൈറ്റ് കോളർ ഭീകരന്മാരെ എല്ലാം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും NIAയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് കേരളത്തിലേക്കും ഇതിൻ്റെ അന്വേഷണം നീണ്ടു വരുന്നു എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. കേരളത്തിലേക്ക് എന്തേ വരാത്തത് എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ദാണ്ട കടകൻ അൽഫലയിലെ 3 ട്രസ്റ്റ് കേരളത്തിൽ, ഒന്ന് കാസർഗോഡ്, ഒന്ന് പാലക്കാട്, ഒന്ന് തിരുവനന്തപുരത്ത്, അങ്ങനെ 3 ട്രസ്റ്റുകളാണ് അൽഫലയുടെ കേരളത്തിൽ പൈസ പിടുങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്, പൈസ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്മാരെയും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഉമർ നബി എന്ന് പറയുന്ന ഈ ബ്ലാസ്റ്റ് നടത്തിയ ആ ഭീകരവാദി അല്ലെങ്കിൽ ആ തീവ്രവാദി, ആ ഇസ്ലാമിക ഭീകരവാദി, ഈ ഉമർ നബി തുർക്കിയിൽ വച്ച് സിറിയൻ ടെററിസ്റ്റ് ഓപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ NIAയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് തുർക്കിയിൽ വെച്ചാണ് ഈ സംഭവത്തിൻ്റെ കോൺസ്പിറസി നടന്നത്. പാകിസ്ഥാനിൽ പ്ലാൻ ചെയ്ത് ഇന്ത്യയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാലും അതിനിടയിലാണ് ഇപ്പോൾ അൽഫലയിൽ ഭൂഗർഭ അറ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂഗർഭ അറ ഇവർ പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ, ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള റെയ്ഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഗ്രാവിറ്റിയിലാണ് ഈ സാധനം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പിന്നെ പല അണ്ണന്മാരും ഇവിടെ കിടന്നുകൊണ്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നില്ലേ, പാകിസ്ഥാനെ അടിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇവന്മാർക്കൊരു സന്തോഷമുണ്ട്. അതായത് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ തെളിവൊന്നുമില്ലാതെയാണ് ഇവിടെ ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇവന്മാർക്കും അറിയാം. കാരണം ഒരു ക്രിമിനലിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് തെളിവില്ലാതെ അവൻ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന് വലിയ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അവൻ്റെ കൂട്ടാളികൾക്കും ആ കോൺഫിഡൻസ് കിട്ടും. അവനെ പിടിക്കുന്നില്ലേ. ഇതായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പുറത്ത് ഇന്ത്യയാണ്, അത് ആലോചിക്കണം. ഇതിനകത്ത് കിടന്നുകൊണ്ട്, അതായത് കൂടെ നിന്ന് കോൺക്രീറ്റ് ഇടുന്നവന്മാരെ പോലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ വെറുതെ വിടാറില്ല എന്ന് ആലോചിച്ചാൽ നല്ലത്. ആസാമിലും ഉത്തർപ്രദേശിലൊക്കെ ആ നടപടി തുടങ്ങിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കമൻ്റ് ഇടുന്നവന്മാരെയൊക്കെ പിടിച്ച് കുത്തി നിർത്താനായിട്ട് അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പോരാത്തതിന് നമ്മുടെ സുഡാപ്പി ചാനലിനെ നിരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യുന്ന, അതായത് ഡൽഹി ബ്ലാസ്റ്റിനെ മഹത്വവൽക്കരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഷുഗർ കോട്ട് ചെയ്ത് മഹത്വവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യമല്ലേ, ജനാധിപത്യത്തെ ചോദ്യം ചോദിക്കണ്ടേ എന്നൊക്കെയാണ് അവന്മാർ വലിയ അങ്ങ് നിർഗുണ പരബ്രഹ്മങ്ങളായിട്ട് അങ്ങനെ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവന്മാരുടെ ഉദ്ദേശം എന്താണ്? അവന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനെ മഹത്വവൽക്കരിക്കുക. അവന്മാരുടെ അന്തർധാരയിൽ അവന്മാരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഇത് തന്നെയാണ് എന്നുള്ളത് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളെയും ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വൈകാതെ കിട്ടാനുള്ളതൊക്കെ കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.